ഹരി ഓം. ശ്രീമന്നാരായണീയം ദശകം 1. ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. മാറാത്ത വാതരോഗത്തിൽ നിന്ന് വിമുക്തി നേടുവാൻ ഗുരുവായൂരപ്പനെ ഭജിച്ചുകൊണ്ടും സ്തുതിച്ചുകൊണ്ടും കാലം കഴിക്കുവാൻ തീരുമാനിച്ച നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ ശ്രീകോവിലിൽ ദർശിച്ച മാത്രയിൽ തന്നെ അനുഭവിച്ചത് ആനന്ദമായിട്ടാണ്. സാന്ദ്രാനന്ദ എന്ന ആരംഭത്തിലുള്ള പദം കൊണ്ട് തന്നെ ഇവിടെ സ്പഷ്ടമാക്കുന്നു. അദ്ദേഹം ഗുരുവായൂരപ്പനെ കണ്ടത് സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപിയായിട്ട് തന്നെയാണ്. ഇടതോർന്നു നിൽക്കുന്ന ആനന്ദവും ജ്ഞാനമാകുന്ന സ്വരൂപത്തോടു കൂടിയതും ഉപമിക്കാൻ കഴിയാത്തതും കാലം ദേശം എന്നിവയെല്ലാം കവിഞ്ഞു നിൽക്കുന്നതും എല്ലായ്പ്പോഴും എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേർപെട്ടിരിക്കുന്നതും അനേകായിരം വേദവാക്യങ്ങളാൽ പ്രകാശിപ്പിക്കപ്പെടുന്നതും ഒറ്റനോട്ടത്തിൽ പരബ്രഹ്മസ്വരൂപിയായി സ്പഷ്ടമല്ലെങ്കിലും പിന്നീട് ഏറ്റവും മഹത്തായ പുരുഷാർത്ഥമായ മോക്ഷരൂപമായി തീരുന്നതും യഥാർത്ഥ തത്വവുമായ ബ്രഹ്മം തന്നെ കണ്ണുകൾക്കു മുമ്പിൽ ഭഗവാൻ ഗുരുവായൂർ മഹാക്ഷേത്രത്തിൽ ശോഭിക്കുന്നു. ഈ നാരായണീയം നമ്മൾക്ക് കിട്ടിയത് തന്നെ നമ്മൾ ചെയ്ത മുൻജന്മ സുകൃതം തന്നെയാണ്. ഹരേ കൃഷ്ണ.